ജീവിക്കുന്നു. ഫമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെയാണ് മരിക്കുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏത് നേരത്തും മരിക്കാനുണ്ടെന്ന ചിന്തയോടെ ജീവിക്കണം. വഫാത്താകുന്ന സമയത്ത് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു 2 മിനിറ്റ് നേരം ഇരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ? സദസ്സിലുള്ളവരോടാ പറഞ്ഞത്, ആരും അടുത്തോട്ട് വരണ്ട. തങ്ങളുടെ ഉപദേശമുണ്ട്, തങ്ങളുടെ ദുആയുമുണ്ട്. ഹബീബായ തങ്ങൾ നമ്മുടെ മയ്യിത്ത് സ്വീകരിക്കണം. ഞാൻ മരിച്ചു കിടന്നാൽ എന്റെ മയ്യിത്ത് തങ്ങൾ വന്ന് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കയ്യങ്ങ് പൊക്കുമോ? അല്ലാഹുവേ, നമ്മുടെ കരങ്ങളിൽ അമലുകളൊന്നുമില്ല, സൽക്കർമ്മങ്ങൾ എമ്പാടുണ്ടെന്ന പ്രതീക്ഷയില്ല. പക്ഷേ നിന്റെ ഹബീബിനോട് മഹബത്തുണ്ട്, മഹാന്മാരോട് മഹബത്തുണ്ട്. അവരെ പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മരിച്ചു കിടക്കുമ്പോൾ ഹബീബായ തങ്ങൾ വന്നിട്ട് നമ്മുടെ മയ്യിത്ത് സ്വീകരിക്കാൻ പ്രാപ്തമായ മയ്യിത്തായി നമ്മുടെ മയ്യിത്തിനെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാർക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നിരവധി കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു അതാ മദീനയിൽ ഇങ്ങനെ നടക്കുന്നു നട്ടുച്ചക്ക്. അതാ നസീമുർ റിയാദിലുണ്ട്, അതുപോലെ തന്നെ കിതാബു ശിഫയിലുണ്ട്. ഇപ്പോൾ അതൊന്നും വിശദമായി പറയാൻ നേരമില്ല. മഹാനവരുകൾ നട്ടുച്ച നേരത്ത് മദീനയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് നിലത്ത് വീഴുന്നു. വേഗം പരിസരത്തുള്ളവർ വരുന്നു. മഹാനവരുകളെ നോക്കുമ്പോഴേക്ക് കത്തൂഫിയ, വഫാത്തായിരിക്കുകയാണ്. മഹാനവരുകളുടെ മയ്യത്തെടുത്തു, നേരെ അതാ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഫഇദാ ബൈനൽ ഇശാഇനി, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയമാണ്. വന്നിസാഉ യസ്റുഖ്ന ഹൗലഹു, ഈ മയ്യത്തിന്റെ പരിസരത്തിരുന്ന് സ്ത്രീകൾ ഇങ്ങനെ അട്ടഹാസിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു. മിണ്ടല്ല, ശബ്ദമുണ്ടാക്കല്ല. ആരാണിത് പറയുന്നത് എന്നിങ്ങനെ നോക്കുമ്പോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവസാനം സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളുടെ മയ്യത്ത് മൂടിയിട്ട തുണി അത് മെല്ലയങ്ങ് എടുത്തു നോക്കുമ്പോൾ മയ്യത്തായി കിടക്കുന്ന സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിങ്ങനെ ചലിക്കുകയാണ്. അടുത്തുള്ളവർ മെല്ലെ ചെവിയങ്ങ് വെച്ചു. എന്താണ് മയ്യത്ത് സംസാരിക്കുന്നത്? മയ്യത്ത് മിണ്ടുകയാണോ? മയ്യത്ത് ആശയവിനിമയം നടത്തുകയാണോ? മയ്യത്ത് സംസാരിക്കുകയാണോ? നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളെ പേര് പറയുകയാണ് സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത്. ഈ സംഭവം രേഖപ്പെടുത്തിയതിന് ശേഷം പണ്ഡിതന്മാർ എഴുതി വെച്ചു. കാരണം എന്താണ്? മഹാനവരുകളുടെ മയ്യത്ത് നബിതങ്ങളെ പേര് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ്? കാരണം മയ്യത്തിങ്ങനെ കിടക്കുമ്പോ ആ മയ്യത്തിനെ സ്വീകരിക്കാൻ വന്നു ജമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മകാൻ.
തുമാരേ ലിയേ ചുനീനോ ചുനാ തുമാരേ ലിയേ താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതാണ്. തങ്ങളെ കണ്ടപ്പോഴേക്ക് പേര് ചൊല്ലിയതാണ്. മുഅ്മിനീങ്ങൾ ഇരിക്കൂ. ഇതുപോലെ നാം മരണപ്പെട്ടാൽ നമ്മുടെ മയ്യത്ത് സ്വീകരിക്കാൻ തങ്ങൾ വരണം. അതിന് നല്ല തഖ്വയുള്ള ജീവിതം കാഴ്ചവെക്കണം. ഹബീബായ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. നബിതങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് ഇവിടെ നമുക്ക് ഉപദേശിക്കാനും ദുആ ചെയ്യാനും വന്ന സയ്യിദവരുകൾ ഉൾപ്പെടെയുള്ള എല്ലാ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണം. ഗ്രൂപ്പ് നോക്കണ്ട, ചേരി നോക്കണ്ട, പക്ഷം നോക്കണ്ട. ഗ്രൂപ്പ് നോക്കിയിട്ട് അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചവൻ റബ്ബിന്റെ കോടതിയിലെ വിരല് കടിക്കും കേട്ടോ. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ. മുത്തുനബിതങ്ങൾ നമ്മിലേക്ക് ഇസ്ലാം എത്തിച്ചു. എത്ര പ്രയാസങ്ങളാ സഹിച്ചത്. അവിടുത്തെ മുഖത്തേക്ക് അടികൊണ്ടില്ലേ ചെറുപ്പക്കാരാ. അവിടുന്നതാ നടന്നു പോകുമ്പോ തലയിൽ മണ്ണ് വാരിയിട്ടില്ലേ, സഹിച്ചില്ലേ. ഹബീബായ തങ്ങളിലേക്ക് കല്ലേറ് വന്നില്ലേ, സഹിച്ചില്ലേ. അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല. ഒരൊറ്റ കാര്യമേ ചോദിച്ചതുള്ളൂ. ഇല്ലൽ മഹ്മവദ്ദത ഫിൽ ഖുർബാ. ഒരുപാട് പ്രയാസം സഹിച്ച് നിങ്ങളിൽ ഞാൻ ഇസ്ലാം എത്തിച്ചു തന്നു. നിങ്ങളിൽ നിന്നെനിക്ക് ചോദിക്കാനുള്ളത് എന്റെ തങ്ങന്മാരെ നിങ്ങൾ സ്നേഹിക്കണം കേട്ടോ. ആ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം. അത് നബിതങ്ങളെ അടുപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയാണ്. ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തി. ഇങ്ങോട്ട് നോക്കി. ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തി. നിങ്ങൾക്ക് വേണോ മുഹമ്മദുർ റസൂലുള്ളാഹി? നമുക്കിടയിൽ ഇപ്പൊ തങ്ങൾ വേണമെന്നുണ്ടോ? ആഗ്രഹമുണ്ടോ? ഉണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.